ദൈവനാഥൻ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഈ കീഴ്വഴി ഭാഗത്ത് കടയ്ക്കൽ കുടുംബത്തിൽ ജനിച്ചു. വിദ്യാഭ്യാസാനന്തരം ജോലി തേടി വടക്കേ ഇന്ത്യയുടെ പല ഭാഗത്തും പല കമ്പനികളിലും ജോലി ചെയ്തു. ഒടുവിൽ 62 ഒടുവിൽ മടങ്ങി വന്നു. അപ്പോൾ വിവാഹ ആലോചന പല സ്ഥലത്തുനിന്ന് വിവാഹാലോചന വന്നു. ഒടുവിൽ ഓമന്നൂർ പിളവനാൽ തച്ചിറടയ്യത്തുനിന്ന് പോയി വിവാഹം കഴിച്ചു. ഞാൻ അതിന് ശേഷം 4 മാസം കഴിഞ്ഞ ഉടനെ ജോലിക്ക് വീണ്ടും ബീഹാറിൽ ബറോണി എന്ന സ്ഥലത്തേക്ക് കടന്നു പോകാനിടയായി. ബീഹാറിൽ പോയി 6 മാസത്തിന് ശേഷമാണ് എൻ്റെ ഭാര്യയെ അവിടെ ബീഹാറിലേക്ക് കൊണ്ടുവന്നത്. ആ സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെങ്ങും ആരാധനയ്ക്ക് ഒരു പള്ളി പോലും യാതൊരു സൗകര്യമില്ലാത്തൊരു സ്ഥലമാണ്. വളരെ വേദനപ്പെട്ടു. ദൈവത്തെ ആരാധന പള്ളിയിൽ പോകാൻ സൗകര്യമില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് 1971 നമ്മുടെ ഒരു സഹോദരൻ, ഒരു പഞ്ചാബി വിശ്വാസി എന്ന് പറഞ്ഞാൽ ആ കാൺപൂരി പാമരുന്നേ വാ, അവിടെ നമുക്ക് കൺവെൻഷൻ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കുടുംബമായിട്ട് ഞാനും എൻ്റെ ഭാര്യയും 3 മക്കളും ഞങ്ങൾ ഒന്നിച്ച് കാൺപൂരിൽ 1971 പോയി. സെപ്റ്റംബറിൽ അവിടെ 26 മുതൽ കൺവെൻഷൻ, 21 മുതൽ കൺവെൻഷനായിരുന്നു. ആ കൺവെൻഷനിൽ വെച്ച് ഞങ്ങൾ കർത്താവിൻ്റെ വചനം കേൾക്കുകയും രക്ഷിക്കപ്പെടുകയും ചെയ്തു. സെപ്റ്റംബർ മാസം 26 ഞായറാഴ്ച ഗംഗാനദിയിൽ സ്നാനമെടുത്തു. അതിന് മുമ്പ് തന്നെ ആഭരണങ്ങളെല്ലാം ഊരി. പക്ഷേ ഇവിടുന്ന് ഒരു കയ്യിൽ കിടന്ന ഒരു മോതിരം അത് ഊരത്തില്ല. എത്ര എല്ലാം നോക്കി, വെളിച്ചെണ്ണ പുരട്ടി നോക്കി, സർഫ് പുരട്ടി, സോപ്പ് പുരട്ടി, ആ മോതിരം ഊരുന്നേ ഇല്ല. അപ്പം അവർ പറഞ്ഞു, ശരി ഞാനത് വീട്ടിൽ കൊണ്ട് ഊരിക്കോളാം, ദൈവം അത് പ്രവർത്തിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ആദ്യം കിട്ടിയ ആ വിശ്വാസത്തോടുകൂടി ഞങ്ങൾ മക്കളുമായിട്ട് മടങ്ങി വന്നു. അവളുടെ പറഞ്ഞു, കർത്താവേ, ഞാൻ ഈ അറിഞ്ഞ സത്യം, ഇത് സത്യമാണെങ്കിൽ ഈ എൻ്റെ മോതിരം ഊരിത്തരണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ഊരിപ്പോൾ അതങ്ങനെ ഊരി വന്നു. അങ്ങനെ അവൾക്ക് വിശ്വാസം ഒന്നുകൂടെ വർദ്ധിക്കാനിടയായി. അതിനുശേഷം അവൾ പറഞ്ഞു, വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ് ഒന്നുണ്ടല്ലോ കർത്താവേ, അത് എനിക്ക് വേണം. മറ്റേ ജനങ്ങളെല്ലാം പലവരും പറയുന്നത് പെന്തക്കോസ്തുകാരെല്ലാം കൂടെ ബഹളം ഉണ്ടാക്കി ഡ്രം അടിച്ച് ബഹളം ഉണ്ടാകുന്നതുകൊണ്ടാണ് ഈ അഭിഷേകം കിട്ടുന്നതെന്ന് പറയുന്നത്. എന്നാൽ എനിക്കതല്ല, കർത്താവേ, ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കും, എനിക്ക് അഭിഷേകം വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ തന്നെ അവൾക്ക് അഭിഷേകം കിട്ടുകയും ചെയ്തു. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. അതിനുശേഷം പ്രവചനപരവും ദൈവം കൊടുത്തു. അതിനുശേഷം വിശ്വാസത്തിൽ ഉത്തരമാത്രം ധീരതയുള്ള ഒരു ആളിനെ കാണാൻ വളരെ കുറവാണ് എൻ്റെ കാഴ്ചയിൽ. അങ്ങനെ എൻ്റെ കുടുംബത്തിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ചെയ്തൊരു സ്ത്രീ. അതുപോലെ കർത്താവിനെ എത്രമാത്രം സ്നേഹിച്ചോ അതുപോലെ അവൻ്റെ വിശുദ്ധന്മാരെയും സ്നേഹിക്കുമായിരുന്നു. ഞങ്ങളുടെ അവിടെ പാസ്റ്റർ യേശു അപ്പച്ചനോട് ആലോചിച്ച് അപ്പച്ചൻ്റെ അനുവാദപ്രകാരം അവിടെ ഞങ്ങൾക്ക് 1972 വേല ആരംഭിക്കാനിടയായി. ആ വേലയിൽ ആദ്യം പാസ്റ്റർമാർ ഒരു സുവിശേഷകാരൻ മാത്രമേ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ തൽക്കാലം ഞങ്ങളുടെ കൂടെ താമസിപ്പിച്ച് അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്ന ജോലി ഇവൾക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളെല്ലാം നനച്ചു കൊടുത്ത് മടക്കി തേച്ച് വൃത്തിയാക്കി കൊടുക്കുമായിരുന്നു. അതുപോലെ പിന്നീട് സഹോദരിമാർ വന്നപ്പോൾ അവരും ഞങ്ങളുടെ കൂടെ തന്നെ അഡ്ജസ്റ്റായി. അവിടെ ഞങ്ങളുടെ ഭവനത്തിലാണ് ആദ്യം വേല ആരംഭിച്ചത്. പിന്നീട് നമുക്ക് ക്വാർട്ടറൊക്കെ കിട്ടി. ഇങ്ങനെ അധികം ഒരുപാട് പറയാനുണ്ട്. അതെന്നും പറഞ്ഞ് ഞാൻ സമയം തീർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അറിഞ്ഞ സത്യത്തിന് വേണ്ടി ധീരതയോട് ജീവിച്ചു. അങ്ങനെ പല ഉദാഹരണങ്ങൾ പറയാൻ ഒരുപാട് ഉദാഹരണമുണ്ട്. അത് ഞങ്ങൾക്ക് അവിടെ വേല ആരംഭിച്ചപ്പോൾ 1977 വേല ആരംഭിച്ച് 3-4 വർഷം കഴിഞ്ഞ് 77 സെപ്റ്റംബർ മാസത്തിൻ്റെ അതികഠിനമായ ഭയങ്കര മഴ, 24 മണിക്കൂർ മഴ പെയ്തു. ഞങ്ങളുടെ പാർക്കുന്ന ടൗൺഷിപ്പ് മുഴുവൻ വെള്ളം കയറി, കമ്പനി മുഴുവൻ വെള്ളം കയറി. ഞാൻ അന്ന് ഡ്യൂട്ടിയിടും. ഈ പുള്ളിക്കാർക്ക് പരവേഷം എടുക്കുന്നു. അയ്യോ, ഇത്രമില്ല, എല്ലാം ഒന്ന് പോയി കാണുന്ന എങ്ങനെയാണ്, വെള്ളം അരയ്ക്കുന്ന വെള്ളം എങ്ങനെ പോകും അച്ഛനും വീട്ടിൽ എല്ലാം എന്ന് പറഞ്ഞ് വളരെ പരവേശപ്പെടുമ്പോൾ 4 മണിക്ക് കമ്പനി തന്നെ പറഞ്ഞു വിട്ടുകളെല്ലാം പൊക്കോളാം. ജോലിക്കാരെല്ലാം മടങ്ങി വന്ന ഉടൻ തന്നെ കുറേ അരിയും കുറേ പരിപ്പും ഉരുളക്കിഴങ്ങും സവാളയും ഇതെല്ലാം എടുത്ത് കുറേ മണ്ണെണ്ണയും കൊണ്ട് എടുത്തെന്ന് പറഞ്ഞ് എളുപ്പം കൊണ്ടുപോയി പൈത്തോളി കൊണ്ട് കൊടുക്കുക. അവരെന്ത് നോക്കിയിട്ടില്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെള്ളത്തിൽ നീന്തി പോയി വിശ്വാസം കിട്ടി പോയി ചെന്നപ്പോൾ അന്നത്തെ പേരൊക്കെ വേല ഒരുമാതിരി വിശാലമായി. വിശ്വാസികളും വേലക്കാരൊക്കെ 3 സഹോദരിമാരും 4 സഹോദരിമാരും വിദേശിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനത് അവിടെ കൊണ്ടുപോയി ചൗക്കി എന്ന് പറയും, പലയുള്ള കട്ടിൽ, ഒരു കട്ടിലിൻ്റെ മേലിൽ വേറൊരു കട്ടിൽ കയറ്റി വെച്ച് അവരിങ്ങനെ ഇരിക്കുക. അത്രമാത്രം വെള്ളം, ഫെയ്ത്തോവിൻ്റെ മുറ്റത്ത് വരെ വരാന്തി വരെ വെള്ളം കയറി കഴിഞ്ഞു. അത്രമാത്രം വെള്ളമായിരുന്നു, ഭയങ്കരമായ. അപ്പം ഞാനത് കൊണ്ട് കൊടുത്തു. പിന്നെ തടി ഇറക്കുന്ന തടിമില്ലിൽ പോയി കുറേ അറപ്പ് പൊടിയും വാങ്ങിച്ചുകൊണ്ട് വന്ന് തീ കത്തിക്കാൻ കൊടുത്തു.
അത് അവർ കഞ്ഞി വെച്ച് അത് വെച്ച് ആ കഞ്ഞി വെച്ച് കൂട്ടാനൊക്കെ വെച്ച് അവർ കഴിച്ചു. അവരങ്ങനെ 24 മണിക്കൂർ കഴിഞ്ഞ് വെള്ളം അങ്ങ് കുറയുകയും ചെയ്തു. അങ്ങനെ അത്ര പറയുന്നതിനർത്ഥം അത്രമാത്രം വിശുദ്ധന്മാരെ സ്നേഹിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിശുദ്ധന്മാർ അവിടെ വന്ന് വിസിറ്റിങ്ങിന് പോകുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുന്നേ കൂടെ പോവുകയും വരികയും ചെയ്യുന്നു. അപ്പോഴും കയറി പ്രാർത്ഥിച്ചിട്ടേ പോകത്തുള്ളൂ. അപ്പോഴൊക്കെ ഒന്നുകൂടെ വിശ്വാസവും ധൈര്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു. വിശ്വാസം ശിഷ്യക്കാരോടെ ചേർന്ന് നിൽക്കുന്നൊരു അനുഭവം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കലും ഞങ്ങൾക്ക് 1986 അവിടെ വേലയ്ക്ക് ഒരു പുതിയ സ്ഥലം കിട്ടി. അവിടെ വീട് പണിയാനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു. വീട് പണിയെല്ലാം കഴിഞ്ഞ് വാർപ്പിന് തുടങ്ങിയപ്പോൾ ശക്തമായ മഴ, ഭയങ്കര മഴ. ഈ കഴിഞ്ഞ നാളിൽ കട്ടക്കൽ മത്സ്യമായ ആ വിക്ടോറിയ മദർ അത് സിസ്റ്ററായിരുന്നു. ഇവളും കൂടെ കൂടി മുട്ടയിൽ ഒരേ ഒരു ഇരിപ്പങ്ങോട്ട് ഇരുന്നങ്ങോട്ട് കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. മഴ പമ്പ കടന്നു. ആ വാർപ്പിന് യാതൊരു കാണാൻ വന്ന പരിയാസികൾ ഒരുപാട് പേര് വന്ന് കാണാൻ വന്നു നോക്കാൻ, അതെങ്ങനെ ഒലിച്ചു പോയി കാണുമല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ അത് അത്രമാത്രം ഉറയ്ക്കാൻ മാത്രത്തോളം അത് ഉറച്ചു. അതുപോലെയുള്ള വിശ്വാസം, ഞങ്ങളുടെ വിശ്വാസവും വർദ്ധിച്ചു. അങ്ങനെ അനേക കാര്യങ്ങൾ എടുത്തു പറയാനുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ കമ്പനിയിൽ നിന്ന് വരുമ്പോൾ 11 മണി തൊട്ട് 1 മണിക്കൂർ മുട്ടയിലിരിക്കുക ജോലി. മുട്ടയിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കൈ ഉയർത്തിയപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു 3:30 മണിക്ക് ചായ കുടി എല്ലാം കഴിഞ്ഞ് പുള്ളിക്കാരി ഒരു വിസിറ്റിംഗ് ഉണ്ട്. പല വീടുകളിലും കയറി സുവിശേഷം പറയുന്നൊരു ജോലി. അങ്ങനെ അനേകരെ ആദായപ്പെടുത്തിയെടുത്തു. അതിൻ്റെ ആദ്യത്തെ ആത്മാവാണ് ഒരു മാരാമണ്ണുകാരി കുഞ്ഞോളം പറഞ്ഞു. കുഞ്ഞോടും മോനും കൂടെ വന്ന് അവിടെ വന്ന് സ്നാനമെടുത്തു. അതിനുശേഷം പല ആത്മാക്കൾ കിട്ടി. എല്ലായിടത്തും പോയി സുവിശേഷം പറയുന്നൊരു ആത്മാവായിരുന്നു. സുവിശേഷത്തിൻ്റെ ആത്മാവുണ്ടായിരുന്നു. അതുപോലെ പ്രാർത്ഥനയ്ക്ക്, വിശ്വാസത്തിൻ്റെ ധീരത, വിശുദ്ധിക്ക് വേണ്ടിയുള്ള പോരാട്ടം, അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ 1995 ജോലി കഴിഞ്ഞ് ഞങ്ങൾ ഈ നാട്ടിൽ മടങ്ങി വന്നു. അതും കുറച്ച് നാൾ മുമ്പോൾ അമ്പലക്കടവിലെ പെയ്ത്തോമൻ ആരാധിച്ചതിന് ശേഷം കൊട്ടാരക്കരെ പച്ചൻ്റെ അനുവാദത്തോട് ആനന്ദപ്പള്ളിയിൽ ആരാധിക്കാൻ തുടങ്ങി 1997. അവിടെ ഞങ്ങൾ ഉത്സാഹത്തോട് പോകുമായിരുന്നു. ഒരാരാധനയും മുടക്കത്തില്ല. എൻ്റെ ഓർമ്മയിൽ കഴിഞ്ഞ ആഴ്ച ഒരു ഞായറാഴ്ച ആരാധന മുടക്കിയിട്ടുള്ളൂ. അന്ന് വരെയും ജോയിസ് പിടിച്ചുകൊണ്ടുപോയി ആരാധനയ്ക്ക് ഇരുത്തും. അങ്ങനെ ആരാധനയും നടക്കുന്ന ഒരു പതിവേ ഇല്ല. അതിന് വലിയ ഉത്സാഹമാണ്. ഏത് കൺവെൻഷൻ എവിടെ വിളിച്ചാലും വരും. കഴിഞ്ഞ ആഴ്ചയിലും ഞാൻ പറഞ്ഞു, നമുക്ക് കൺവെൻഷൻ, നമ്മുടെ പത്തനംതിട്ട കൺവെൻഷൻ പോകണ്ടായി. അപ്പോൾ വ്യാഴാഴ്ച വരെ പോകാമെന്ന് പറഞ്ഞ ആളാണ്. വെള്ളിയാഴ്ചയാണ് അല്പം രോഗം മൂർച്ഛിച്ചു. അതിനുശേഷം ശനിയാഴ്ച തന്നെ മരിക്കുകയും ചെയ്തു. മരിക്കുക ശനിയാഴ്ച മാത്രം 24 മണിക്കൂർ മാത്രമേ കിടന്നുള്ളൂ. സംസാരിച്ചില്ല, ഒന്നും ഞങ്ങളോട് പറഞ്ഞില്ല, ഒന്നും ആഹാരം കഴിച്ചില്ല, വെള്ളം മാത്രം ഇങ്ങനെ കൂടെ കോരി കുടിച്ചുകൊണ്ടിരുന്നു. അപ്പം ശനിയാഴ്ച ഒരു 9 മണിയായപ്പോൾ ഞാനൊന്ന് നൂത്തിയിരുത്തി, ഞങ്ങളെല്ലാം കൂടെ കൂടി ഒന്ന് പിടിച്ച് നൂത്തിയിരുത്തി ഞാൻ ഇങ്ങനെ പുറം തിരുമ്മി കൊടുത്തുകൊണ്ടിരുന്നു. തിരുമ്പം നേരെ എണീച്ചിട്ട് 2 സ്പൂണ് വെള്ളം ഞങ്ങളെല്ലാവരും കൊടുത്തു. ഞാനും ജോയിസും പിള്ളേരെല്ലാം കൂടെ വെള്ളം കോരി കുടിച്ചു. അത് കഴിഞ്ഞ് ഇങ്ങനെ പെട്ടെന്ന് ഒരെടുപ്പെടുത്ത് ജോയിസ് പറഞ്ഞു, അപ്പച്ച ഇത് മരിക്കാനുള്ള ലക്ഷണമാണെന്നുണ്ട് പറഞ്ഞു. ഇങ്ങനെ 2 തലങ്ങണ വെച്ച് കിടത്തി പെട്ടെന്ന് ശ്വാസം ഇങ്ങനെ ഒന്ന് നോക്കിയേച്ച് ശ്വാസം വലിച്ച് പിന്നെ ദൈവം ഞങ്ങൾക്ക് 3 മക്കളെ തന്നു, 3 മരുമക്കളെ തന്നു, 5 കൊച്ചുമക്കളെ തന്നു. എല്ലാവരും ഈ വിശ്വാസത്തിൽ സന്തോഷമായി ജീവിക്കുന്നു. ഇനി ആദ്യം പറയാനില്ലാത്തതുകൊണ്ട് ഞാനത് ചുരുക്കുന്നു. വിശ്വാസത്തിൻ്റെ ധീരതയായ ഒരു പോരാളിയായിരുന്നു. ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നവളും പ്രാർത്ഥിക്കുന്നവരുള്ളൊരു സ്ത്രീയായിരുന്നു. രോഗം കഴിഞ്ഞ 2 മാസം മുമ്പ് ഞാൻ ചോദിച്ചു, നിനക്ക് തീരെ വയ്യാനൊന്ന് കൊണ്ട് എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോട്ടെ. എൻ്റെ നേരെ പെയ്ത്തോമ്പിൽ കൊണ്ടുപോയാൽ മതി, അവിടെ ഉണ്ട് വിശുദ്ധന്മാർ, അവർ പ്രാർത്ഥിച്ചോളും, എനിക്ക് സുഖം വരും. അങ്ങനെയുള്ള ധൈര്യമായിട്ട് അത് കഴിഞ്ഞ് ഇനിയും പറഞ്ഞാൽ ഞാനൊക്കെ ചില ക്ഷീണം കൊണ്ടൊക്കെ ചിലപ്പോൾ അങ്ങ് രാത്രി കിടന്നു പോകും. അപ്പോൾ എണ്ണീച്ച് പ്രാർത്ഥിയില്ലേ, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിയില്ലേ, വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിയില്ലേ, പ്രാർത്ഥിക്കാതിരുന്നാൽ ഒക്കുമോ? അത് കഴിഞ്ഞിട്ട് പറയാൻ പറ്റ പിന്നെ ആത്മാവിനെ ഒന്ന് പുതിയ ഔഷധങ്ങളിലേക്ക് കർത്താൻ പറയും, പോകത്തില്ല, അങ്ങ് തീർത്ത് കർത്താൻ പറയും. അപ്പോഴും എണ്ണിച്ച് ഞാൻ അല്പനേരം ഒന്ന് സ്വത്രം പറഞ്ഞിട്ട് കിടക്കും പറയും, മനുഷ്യ അന്ന് എണ്ണിച്ച് പ്രാർത്ഥിയില്ലേ എന്ന് പറഞ്ഞ് എന്നെ 1 മണിക്ക് തട്ടി എഴുന്നേൽപ്പിക്കും. 1 മണിക്ക് പ്രാർത്ഥിക്കും, 1 മണിക്കൂർ ഞങ്ങൾ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പിന്നെ 3:45 ആകുമ്പോൾ വീണ്ടും പുള്ളിക്കാരിയാണ് വരുന്നത്. 3:45 ഉണർന്ന് വെള്ളമൊക്കെ കുടിച്ച് ടോയ്ലറ്റിനൊക്കെ പോയിട്ട് വന്ന ശേഷം ഞങ്ങൾ പോയിട്ട് പ്രാർത്ഥിക്കും. കഴിഞ്ഞ ഒരാഴ്ച മുമ്പും ആ സ്വോത്രപ്രാർത്ഥന ഒരിക്കലും മുടക്കിയിട്ടില്ല, ഒരു പ്രാർത്ഥന മുടക്കത്തില്ല. അതുപോലെ തന്നെ ഇതുവരെ അവധിക്ക് ഞങ്ങൾ വരുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കും. ഞായറാഴ്ച നഷ്ടപ്പെട്ടു വെറുതെ അതിനനുസരിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്ന് പറയും. ട്രെയിനിൽ ഞായറാഴ്ച നമ്മളെ നഷ്ടപ്പെടാൻ പറഞ്ഞിട്ട് ആരാധനയ്ക്ക് നമുക്ക് കട്ടായം പോകണമെന്ന് പറയും. അങ്ങനത്തെ ഒരു ആളായിരുന്നു ഇത്. എനിക്ക് വളരെ സഹായം. എനിക്ക്
എൻ്റെ ഭാര്യയെന്ന് മാത്രം എൻ്റെ സഹധർമ്മിണിയെന്നോ കൂട്ടുകാരിയെന്ന് എന്ത് വേണമെങ്കിൽ പറയാം, എല്ലാ വിധത്തിലും സഹായിക്കുന്നവരാണ്. അതുപോലെ നല്ല കുടുംബം ഭരിക്കുന്ന മക്കളെ 3 പേരെയും നല്ലത് വളർത്തി അവരെ പഠിപ്പിച്ച് അവരുടെ മൊഴി ശുശ്രൂഷയും ചെയ്തു. ഞാൻ അന്ന് എപ്പോഴും ആ കമ്പനിക്കകത്ത് എമർജൻസി ജോലിയുള്ള ഒരു കമ്പനിയാണ്, എപ്പോഴും രായും പകലും എല്ലാം ഡ്യൂട്ടി ചെയ്യാം. അപ്പോൾ അവിടെ വീട് നോക്കിയതും കുഞ്ഞുങ്ങളെല്ലാം പോലത്തെ എല്ലാം അവിടെ എല്ലാം കഴിഞ്ഞ സമയം കിട്ടുമ്പോഴേക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ സമയമായപ്പോൾ താൻ പ്രിയം വെച്ച ക്രിസ്തുവിനൊക്കെ ചേർക്കപ്പെട്ടു. സന്തോഷത്തോടെ ഒരു അല്ലലും ഒരു ബഹളവും വായും ഒന്നും വെക്കാതെ സമാധാനത്തോടെ കടന്നുപോയി. അതിനോട് ചേർത്ത് പറയാനുണ്ട്, ഈ വർഷം ഒന്നാം തീയതി ജാനുവരി 1-ാം തീയതി കിട്ടിയ വാക്യം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു വന്നു. അങ്ങനെ സമാധാനത്തോടെ ജീവിച്ചു, സമാധാനത്തോടെ കടന്നുപോയി, ദൈവസന്നിധി ചേർക്കപ്പെട്ടു. എനിക്കുള്ളവർക്ക് എല്ലാവർക്കും ഈ അനുഭവം തരാൻ വിശുദ്ധന്മാരെ ദൈവം കൂടെ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് സാക്ഷ്യം തരുന്നത്. Praise the Lord. I'm my parents' oldest child. Today I'm missing my mom's physical presence and her vibrant smile. But I have great joy because my mom fought a good fight. She finished her course and kept the faith as it is written in 2 Timothy 4:7. I have so many memories about my mom. Today I'm going to mention all that I saw in my mom before leaving my home for college at the age of 18. When I was 6 years old, Mom and Dad came to the Pentecostal faith. Since the day Mom accepted Jesus as a personal savior, she followed him, loved him, and served him with a passion. My mom brought me up in the fear of God. She was a prayer warrior. She taught us to take everything to the Lord in prayer. Along with Papa, she woke up at 4 a.m. for morning praising and was very particular that her 3 children were up to pray as well. No problem was a great problem for my mom. She taught us to go to God first for physical and material needs. She taught us to fast and pray at a very young age. We were not allowed to study Saturday night and Sunday morning. We were not allowed to miss meetings and sit and study. I have seen Mom sitting and praying at midnight watches. Mom would also finish her daily chores by 10 or 11 a.m. and sit at the feet of Jesus. She always had a close communication with God while walking or working. Once, while she was washing the dishes, I overheard her saying, "Lord, please wash me clean as I clean this dirt out of these utensils." My mom was a virtuous woman. She worked hard for her family. She baked and made snacks and saved them in huge containers to entertain her family during tea time, as well friends who stopped by to visit almost every Sunday. She entertained believers who lived lived far away with tea and evening snacks. She loved the fellowship of the saints of God. Growing up, many sicknesses and accidents and trials came our way, but Mom was unshakable. She was bold as lion. She taught us to be strong in the Lord. We being the only Pentecostal children in school and community, we had to go through many reproaches and trials. Many times I wanted to give up on studies, but my mom encouraged me. She was never afraid of any evil tidings, but her heart was fixed, trusting in the Lord, as mentioned in Psalms 112, verse 7. She encouraged us, saying, "If God is for us, who can be against us?" My mom was a soul winner. With the little Hindi she knew, she passed out tracts and told about Jesus to others. She also proclaimed Jesus to the family members, neighbors, and friends. My mom was a woman of faith. She had great zeal for the truth she believed. One thing I cherish in my mom was she never complained or told her pain and sufferings to anybody, but throughout it all, she would have a beautiful smile. She suffered all pain
to be a partaker of Christ's suffering, as it is written in 1 Peter 4, verse 13. Last Friday, Mom stopped responding at around 6 or 7 in the morning. So I started praying for my mom with a strong crying. At that time, God showed me a vision in which Mom was jumping and rejoicing. Her face looked so glorious. I cannot explain. She was letting me know that her soul has escaped like a bird, as mentioned in Psalms 124, verse 7, out of the snare of the fowler. The snare is broken, and she has escaped victoriously into the presence of her beloved Jesus. My mom has left behind a great legacy for us to follow. May God help me to follow her footsteps. I love you, Mommy. I will see you in heaven. Praise the Lord. I am my parents' second child. Today I have mixed feelings. My mom was a great soul model for me. Being a naughtiest child, my mom prayed for me much. I am preserved thus because of my mother's prayer. I will also miss my mother, beautiful smile. I will miss you, Mommy, but I will see. Praise the Lord. Today is the saddest moment in my life, but I thank my God who has strengthened me to stand strong. I'm the youngest child of my mom, and I was very attached to her. Since my childhood, my mom's life was the greatest influence, inspiration for me, the greatest inspiration. She was very polite, very humble person. I've never seen her to be in any anger face. She always smiled in all her aspects of her life, whether it was hardship, sickness, or any sorrow. She always gave a good smile. In my very young age, I have witnessed so many times after my dad and we three children, we sleep, she always in the bedroom, alone, she's sitting and praying and interceding for others and we children. My mom inspired me in great faith. She used to encourage me to stand still, holding on to Jesus in any situation or hardship. My mom always used to tell me stories and summarize with the Word of God to teach me how to live a life according to the Word of God and to please the Lord in every walks of my life. My mom was a very hospitable person. She cooked a lot of food and invited servants of God and believers and friends. My mom had a very giving nature. Many times I have witnessed her giving money, food, clothing to the poor and needy. She was a sacrificial lady. She never desired any pomp or show. She always used to wear white clothing, very simplicity in her life. She always loved simplicity. My mom's love for the Lord was exceptional. She was the woman of faith, as my sister mentioned, and she joyfully endured all sufferings. I was privileged to come and be with her 1 week because she wanted to see her. That was her desire. And I came here, and after coming here, God miraculously healed her. She was able to walk with our little help and interacted very well. She sang songs. I did record that as well. She prayed in our family prayer. Though she was weak, she had her usual vibrant smile. It is very hard to accept that my mom is not with me anymore, but my mom lived a life according to
The scripture we read in Job chapter 19, verse 25 and 26. For I know that my Redeemer liveth, and that he shall stand at the latter day upon the earth. And though after my skin worms destroy his body, yet in my flesh shall I see God. I love you, Mom, and I miss you, but I'll see you in the mid-air when the trumpet sounds. Praise the Lord. നല്ല പോർപ്പൊരുതു ഓട്ടവും തികച്ച് വിശ്വാസത്തെ കാത്തു നിന്നിടുന്നോർക്കായി നല്ല പോർപ്പൊരുതു ഓട്ടവും തികച്ചു വിശ്വാസത്തെ കാത്തു നിന്നിടുന്നോർക്കായി നീതിൻ കിരീടം നീതിയുള്ള കർത്തൻ വെളിപ്പെടുന്ന നാളിൽ പ്രതിഫലമായി നൽകും. നീതിയിൻ കിരീടം നീതിയുള്ള കർത്തൻ വെളിപ്പെടുന്ന നാളിൽ പ്രതിഫലമായി നൽകും. ദൈവനാമത്തിന് എന്നോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വിശുദ്ധന്മാരുടെ ദൈവമക്കളുടെയും ദൈവജനത്തിൻ്റെയും മധ്യ ഒരു സാക്ഷിയായി നിൽപ്പാൻ കർത്താവുന്ന അവസരത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത്ര വേഗത്തിൽ ഇങ്ങനെ ഒരു സാക്ഷി പറയുമെന്ന് എൻ്റെ ജീവിതത്തിൽ ചിന്തിച്ചതല്ലായിരുന്നു. 96 ജൂൺ മാസത്തിലായിരുന്നു ഞങ്ങളുടെ വിവാഹം. ഈ ഭവനത്തിൽ കടന്നു വന്ന ആ ദിവസം മുതൽ അമ്മച്ചി മരിക്കുന്ന ദിവസം വരെയും ഞങ്ങൾ ഒരുമിച്ച് ഡൈനിങ് ടേബിളിലിരുന്ന് ഭക്ഷണം കഴിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു പോവുകയും ചെയ്തുകൊണ്ടേയിരിക്കുവാൻ കർത്താവ് ഒരു ഭാഗ്യം തന്നു. ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരു കുടുംബത്തെ ദൈവം എൻ്റെ ജീവിതത്തിൽ ദാനമായി തന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എത്ര പറഞ്ഞാലും മതി പോരാ. ഈ ലോകം ജീവിതത്തിൽ ഒരു കുടുംബം പോരോ ഒന്നും എൻ്റെ ജീവിതത്തിൽ അനുഭവിപ്പാനിടയായില്ല. കാരണം ഈ പ്രിയം അമ്മച്ചി ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്ന ഒരു അനുഭവമായിരുന്നു പ്രിയ അമ്മച്ചിയിലുണ്ടായിരുന്നത്. എപ്പോഴും പ്രാർത്ഥിക്കുന്നതായ അനുഭവം, ആത്മാക്കളോട് സുവിശേഷം പറയുന്ന സ്വഭാവം, അടിയനെ സ്നേഹിക്കുന്ന ആ ഒരു സ്വഭാവം, ഒരു മരുമകൾ എന്നുള്ളതായ ഒരു കൃത്യം ഈ അവസാന അന്ത്യശ്വാസം വരെ അമ്മച്ചിയുടെ ജീവിതത്തിലായിരുന്നു. ഈ ഭവനത്തിൽ കടന്നു വന്നതിന് ശേഷം ഈ അമ്മച്ചിയിലുള്ള വിശ്വാസമാണ് എൻ്റെ ജീവിതത്തിലും ഇത്രത്തോളം ഉറപ്പിക്കുവാൻ കർത്താവ് ഇടയാക്കിയത്. ആ ഉറച്ച വിശ്വാസമാണ് അമ്മച്ചിയിലുള്ളത്. എനിക്കത് പൂർണ്ണമായി പറയുവാൻ സാധിക്കും. എന്തെങ്കിലും ഒരു രോഗം വന്നാൽ മാറുമോ മാറത്തില്ലയോ എന്ന് ഉള്ള ആടി വലിഞ്ഞൊരു അവസ്ഥയില്ലായിരുന്നു. അത് പൂർണ്ണമായി ദൈവസന്നിധിയിൽ കാത്തിരുന്ന് സൗഖ്യം പ്രാപിക്കുന്നതുവരെയും വിശുദ്ധന്മാരോടും ദൈവമക്കളോടും അറിയിച്ച് ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ കൃപയാൽ ഇന്നുവരെയും സൗഖ്യം കർത്താവിൽ നിന്ന് അനുഭവിപ്പാൻ കർത്താവ് ഭാഗ്യം തന്നു. ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ അനേക അനുഭവങ്ങൾ എൻ്റെ വിശ്വാസം വർദ്ധിക്കുവാനിടെ അതെല്ലാം പ്രിയ അമ്മച്ചിയുടെ അനുഭവമാണ്. ഞാൻ ഈ ഭവനത്തിൽ കടന്നു വരുമ്പോൾ അമ്മച്ചി കൃപകളും കൃപാവരങ്ങളൊക്കെ അമ്മച്ചിയിലുണ്ടായിരുന്നു. അന്നൊന്നും എന്നിൽ അതൊന്നുമില്ല. അമ്മച്ചി എന്നും സന്ധ്യാസമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നൊരു വാചകമാണ്, ആത്മാവിൽ പ്രാർത്ഥിക്കണം, ആത്മാവിൽ പാടണം, ആത്മാവിൽ സന്തോഷിക്കണമെന്ന് പറയുമ്പോൾ അതെനിക്ക് കേൾക്കുമ്പോൾ ഒരു ലജ്ജാകരമായി എൻ്റെ ജീവിതത്തിൽ കുറേ നാളുകൾ തോന്നി. വീണ്ടും അതിനുശേഷം ഞാൻ അമ്മച്ചി പറയും മുഴങ്കാലിന്മേൽ എപ്പോഴും പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ മുഴങ്കാലിന്മേലിരുന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയും. അങ്ങനെ ദൈവസന്നിധിയിൽ കാത്തിരുന്ന് വീണ്ടും എൻ്റെ അഭിഷേകത്തെ പുതുക്കുവാനും ദൈവം എൻ്റെ ജീവിതത്തിലും കൃപകളൊക്കെയും ദൈവം എനിക്ക് തരുവാനും എൻ്റെ അഭിഷേകത്തെ പുതുക്കുവാനൊക്കെയും കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. അമ്മച്ചിയുടെ വിശ്വാസം എൻ്റെ ജീവിതത്തിലും കർത്താവിൻ്റെ കൃപയാൽ എനിക്കും കർത്താവിൽ നിന്ന് അനുഭവങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഏത് രോഗങ്ങൾ വന്നാലും കർത്താവിൽ നിന്ന് മാത്രം സൗഖ്യം പ്രാപിച്ച് ജീവിപ്പാൻ കർത്താവ് അന്ത്യം വരെയും കൃപ കൊടുത്തു. അതിനെല്ലാം ഉപരിയായി ആവോളം ദൈവസന്നിധിയിൽ കടന്നു പോകാൻ വളരെ ഉത്സാഹിയായിരുന്നു, ആത്മദാഹമായിരുന്നു. ദൈവസന്നിധിയിൽ പോലും ഇടക്കൂട്ടങ്ങൾ പോലും ഉപവാസ പ്രാർത്ഥനയോ കാത്തിരിപ്പൂട്ടമോ കൺവെൻഷനോ സുശേഷ മീറ്റിങ്ങുകളോ ഈ വാർദ്ധക്യത്തിൽ ഈ കഴിഞ്ഞ ഒരു വർഷമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ചില കൂടിവരവുകളൊക്കെ മുടങ്ങിയത്. അമ്മച്ചിയുടെ ശരീരത്തിൻ്റെ ബലഹീനത മുഖാന്തരം അല്ലാതെ എല്ലായിടത്തും ഞങ്ങൾ ദൈവസ്ഥലം കടന്നു പോകുന്നൊരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ കുടുംബമായി ഉണ്ടായിരുന്നു.
എല്ലാ അതിരാവിലെയുള്ള 4 മണിക്കത്തെ സ്തോത്ര പ്രാർത്ഥനയ്ക്കും അമ്മച്ചി ആണ് ആദ്യം എഴുന്നേൽക്കുന്നത്. 1 മണിക്കൂർ വിശുദ്ധന്മാർ ദൈവമക്കൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, മുഴു ലോകത്തുള്ള വേലസ്ഥലങ്ങൾക്ക് വേണ്ടി എല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് 5 മണി 5:15 കഴിയുമ്പോൾ ഞങ്ങൾ വീണ്ടും ഇരുന്ന് 2-3 അധ്യായം ബൈബിൾ വായിക്കുമായിരുന്നു. പ്രിയ അമ്മച്ചിയുടെ ജീവിതത്തിലുള്ളൊരു വിശേഷിക്കപ്പെട്ട ഗുണം എനിക്ക് പറയുവാനുണ്ട്. അനേക ഗുണങ്ങളുണ്ട്. എങ്കിലും എല്ലാ വർഷവും, ഒരു വർഷം തികയുന്നതിന് മുന്നേ ഒരു പ്രാവശ്യം 1.5 ഭാഗത്തോളം ബൈബിൾ വായിച്ച് തീർക്കുമായിരുന്നു. ഈ 5 വർഷമായി കണ്ണിന് കാഴ്ചയ്ക്ക് കുറവുണ്ട്. അതുവരെ എല്ലാ വർഷവും അമ്മച്ചി ഒരു വർഷം മൊത്തം ബൈബിൾ വായിച്ച് തീർത്തിട്ട് അടുത്ത വീണ്ടും തുടങ്ങുമായിരുന്നു. ഇങ്ങനെ ഇരുന്ന് ബൈബിൾ വായിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരമെന്ന് കർത്താവിൻ്റെ വചനത്തിലുള്ളതുപോലെ തിരുവചനങ്ങളെ കണ്ടെത്തി ഭക്ഷിക്കുകയായിരുന്നു. ആ അമ്മച്ചിയുടെ ദാഹം ദൈവസന്നിധിയിൽ പോവുകയും ആത്മാവിൽ നിറയുകയും പാടുകയും സന്തോഷിക്കുകയും കൃപാവനങ്ങളാൽ നിറയപ്പെടുകയും വിശുദ്ധന്മാർക്ക് ദൈവമക്കൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുവാൻ എല്ലാം കർത്താവ് അന്ത്യം വരെയും കൃപ കൊടുത്തു. ഈ കഴിഞ്ഞ ഒരു വർഷം മുതൽ ശരീരം ക്ഷീണിക്കുവാനും ബലഹീനപ്പെടുവാൻ തുടങ്ങി. അപ്പോൾ അനേകരും പറഞ്ഞു, ഇനി